ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് യുനെസ്കോ ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ, മാർ പീപ്പിൾ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, EMPS 2024, പ്ലേസസ് ന്യൂസ് ആയിട്ട് പാരീസ്. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുനെസ്കോ ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചറിനെ കുറിച്ചാണ്. അപ്പോൾ യുനെസ്കോ ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പാലസ്തീനിലെ ഗാസയിലുള്ള രണ്ട് സ്ഥലങ്ങളെ യുനെസ്കോ ഒരു ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 9 വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഡെസിഗ്നേഷൻ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഈ യുനെസ്കോയുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യുനെസ്കോയുടെ കീഴിലുള്ള ഒരു വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ആ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഈ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷന്റെ ആർട്ടിക്കിൾ 11.4 അനുസരിച്ചാണ് ഈ ഒരു ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെ വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു വേൾഡ് ഹെറിറ്റേജ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഹെറിറ്റേജ് സൈറ്റോ അല്ലെങ്കിൽ ഹെറിറ്റേജോ വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമനന്റ് ത്രെട്ട് നേരിടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഡേഞ്ചർ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ട്, അത് കാരണം ആ സൈറ്റ് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഇന്റർനാഷണൽ അവയർനെസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്, പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഇത് നശിച്ചു എന്നുള്ളൊരു അവയർനെസ് ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സൈറ്റുകളെ വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന സൈറ്റുകളിൽ മെജോറിറ്റിയും യുദ്ധം കാരണം ഡെസിഗ്നേറ്റ് ചെയ്യുന്നതാണ്. നിലവിൽ ലോകത്തിലുടനീളം 56 സൈറ്റുകളാണ് ഇത്തരത്തിൽ വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ വാറ് കാരണം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ടേമോയിൽ കാരണം മാത്രമേ ഇങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നില്ല. ചില സമയത്ത് അത് എൻവയോൺമെന്റൽ ആയിട്ടുള്ള റീസൺസ് ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളാലാവാം. പക്ഷെ മിക്കപ്പോഴും ഇത് സംഭവിക്കാറുള്ളത് ഒരു വാർലൈക്ക് സിറ്റുവേഷനിലാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത കേട്ടിട്ടുള്ളത്, ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് യുക്രൈനിലെ ചില സ്ഥലങ്ങൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്ന സമയത്താണ്. അപ്പോൾ ഇതാണ് വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കേസ്, ഇത്തരത്തിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളും അതുപോലെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഡേഞ്ചർ ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന അധികാരപ്പെട്ട ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. അപ്പോൾ ആ കമ്മിറ്റിയെ കുറിച്ച് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബേസിക്കലി ഈ യുനെസ്കോയുടെ ഭാഗമായിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ എന്ന് പറയുന്ന കൺവെൻഷന്റെ ഇംപ്ലിമെന്റേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്മിറ്റിയാണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേൾഡ് ഹെറിറ്റേജ് ഫണ്ടിന്റെ യൂസേജ് ഡിഫൈൻ ചെയ്യുന്നതും ഇവരാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ടീസിന് അവരുടെ വേൾഡ് ഹെറിറ്റേജ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അലോക്കേറ്റ് ചെയ്യുന്നതും ഈ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു സൈറ്റിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഉൾപ്പെടുത്തണമെങ്കിൽ അതിനകത്തുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഈ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള സൈറ്റുകളുടെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് പാർട്ടീസിനോട് ആവശ്യപ്പെടുക. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വേൾഡ് ഹെറിറ്റേജ് ഡേഞ്ചർ എന്നുള്ള ലിസ്റ്റിനകത്ത് ഈ സ്ഥലങ്ങളെ അല്ലെങ്കിൽ സൈറ്റുകൾ ഉൾപ്പെടുത്തുന്നതും വൺസ് ഈ പറയുന്ന ഡേഞ്ചർ മാറിക്കഴിഞ്ഞാൽ ആ സൈറ്റുകൾ റിമൂവ് ചെയ്യുന്നതും ഈ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ്. ഇനി ഇവരുടെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്, ഈ കൺവെൻഷനകത്ത് സ്റ്റേറ്റ് പാർട്ടീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് സിഗ്നറ്ററീസ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് 21 രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ചേരുന്നതാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറൽ അസംബ്ലിയാണ് 21 റെപ്രസെൻറ്റേറ്റീവ്സിന് അല്ലെങ്കിൽ 21 മെമ്പർ സ്റ്റേറ്റുകളെ ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മിറ്റി മെമ്പേഴ്സിന് നോർമലി 6 വർഷമാണ് അവർക്ക് ടെന്യൂർ ഉള്ളത്. പക്ഷേ സാധാരണഗതിയിൽ 4 വർഷമാകുമ്പോഴേക്കും ഈ രാജ്യങ്ങൾ സ്വമേധയാ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയാറുണ്ട്. കാരണം ബാക്കിയുള്ള ഈ കൺവെൻഷനിലെ മെമ്പേഴ്സിനും കൂടി കമ്മിറ്റിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർ പീപ്പിൾ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഈ മാർസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസാമിലെ പോലീസ് ഒരു മാർ മിലിറ്റൻസ് ആണെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു 3 ആളുകളെ ഒരു എൻകൗണ്ടറിൽ കൊന്നതായിട്ടുള്ള ഒരു വാർത്ത ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊരു ഫേക്ക് എൻകൗണ്ടർ ആണെന്നുള്ള രീതിയിലൊരു ആരോപണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അസാം ഹൈക്കോർട്ടിൻ്റെ അല്ലെങ്കിൽ ഗുവാഹട്ടി ഹൈക്കോർട്ടിൻ്റെ ഒരു പരാമർശത്തെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10 ഒരു വാർത്തയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ മാർ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള മറ്റുള്ള മേജർ ട്രൈബൽ ഗ്രൂപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വൈഡ്ലി ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ളൊരു ട്രൈബൽ ഗ്രൂപ്പാണ്. ഇപ്പോൾ അസാമിലെ കച്ചാർ റീജിയന്, അതുപോലെ തന്നെ മണിപ്പൂര്, മിസോറാമിൻ്റെ ചില മേഖലകൾ, മേഘാലയയുടെ ചില പ്രദേശങ്ങളിലൊക്കെയാണ് ഈ മാർ പോപ്പുലേഷൻ ജീവിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് പറയാറുള്ളത് പണ്ട് നൊമാഡ്സ് ആയിരുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു ഇവരെന്നാണ് പറയാറുള്ളത്. അപ്പോൾ നൊമാഡ്സ് ആയിരുന്ന ഇവർ ഇന്നത്തെ ചൈനയുടെ ഒക്കെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങളിൽ നിന്ന് നൊമാഡ്സ് ആയിട്ട് അലഞ്ഞു തിരിഞ്ഞു വന്ന് അവസാനം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഭാഷ എന്ന് പറയുന്നത് മാർ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ഭാഷ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. സോ അപ്പോൾ ഈ ലാംഗ്വേജ് സിനോ ടിബറ്റൻ ഫാമിലിയിൽപ്പെടുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിലെ പോപ്പുലേഷനിലെ മെജോറിറ്റി ആളുകളും, ഒരു മോർ ദാൻ 97% ആളുകളും ക്രിസ്ത്യൻ വിശ്വാസികളായിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്നത്തെ ഹിന്ദുവിൽ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ എയർപോർട്ടുകളിലൊക്കെ ഉള്ള ഈ ഇൻക്രീസിങ് നമ്പർ ഓഫ് ഫയർ ആക്സിഡൻസിനെ കുറിച്ച് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു അഡ്വൈസറി വന്നതായിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1994 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1995 നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യയിലെ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നതിന് സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന 2 ഏജൻസികളുണ്ട്. ഒന്ന് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ഏജൻസിയാണ്. അത് 1972 ഫോം ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, 1986 ഫോം ചെയ്തത്. സോ അപ്പോൾ ഈ 2 ഏജൻസികളെയും സംയോജിപ്പിച്ചിട്ടാണ് ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സിംഗിൾ ബോഡിയാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിവിൽ ഏവിയേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ക്രിയേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ അപ്ഗ്രഡേഷൻ, മെയിൻ്റനൻസ്, മാനേജിങ്, ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏജൻസി കൂടിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ എയർ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സർവൈലൻസ്, എയർ ട്രാഫിക് മാനേജ്മെന്റ് സർവീസസ്, ഇതെല്ലാം തന്നെ ഇന്ത്യൻ എയർ സ്പേസിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ അഡ്ജോയിനിങ് ആയിട്ടുള്ള ഓഷ്യാനിക് ഏരിയാസിലും പ്രൊവൈഡ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏജൻസി കൂടിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ 133 എയർപോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അതിനകത്ത് 110 എയർപോർട്ടുകളാണ് ഓപ്പറേഷണൽ ആയിട്ടുള്ളത്, 23 നോൺ ഓപ്പറേഷണലാണ്. അതുകൂടാതെ ഈ 110 എയർപോർട്ടുകൾ, ഓപ്പറേഷണൽ ആയിട്ടുള്ള 110 എയർപോർട്ടുകൾ, 30-ൽ കൂടുതൽ എയർപോർട്ടുകൾ ഇന്റർനാഷണൽ എയർപോർട്ടുകളുമാണ്. അതുകൂടാതെ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ മാനേജ് ചെയ്യുന്ന ചില എയർപോർട്ടുകൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് എയർപോർട്ടുകളാണെന്നും അറിഞ്ഞു വയ്ക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് EMPS 2024 കുറിച്ചാണ്. സോ ഇപ്പോൾ EMPS എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിൻ്റെ കീഴിലുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ അഡോപ്ഷൻ, അതിൻ്റെ വേഗത കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഇത് ഇനീഷ്യലി ഒരു 4 മാസത്തേക്കാണ്, ഈ വർഷമാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനീഷ്യലി ഒരു 4 മാസത്തേക്കാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഈ പറയുന്ന EMPS എന്ന് പറയുന്ന പദ്ധതിയുടെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ PIB-ക്കകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ EMPS-ൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് മൊബിലിറ്റി പ്രൊമോഷൻ സ്കീം എന്നാണ് ഫുൾ ഫോം. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ അഡോപ്ഷനെ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് 2 വീലേഴ്സ് അതുപോലെ തന്നെ ഇലക്ട്രിക് 3 വീലേഴ്സ് എന്നതിൻ്റെ ഫാസ്റ്റർ അഡോപ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബ്സിഡീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിൻലി ഈ പറയുന്ന 2 വീലേഴ്സും 3 വീലേഴ്സും നോക്കുന്ന സമയത്ത് മെയിൻലി കൊമേഴ്ഷ്യലി രജിസ്റ്റർ ചെയ്തിട്ടുള്ള, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള
ഇലക്ട്രിക് 2 വീലേഴ്സിനും ഇലക്ട്രിക് 3 വീലേഴ്സിനുമാണ് ഈ പദ്ധതി അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പക്ഷെ അതിനു വേണ്ടി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഈ കൊമേഴ്ഷ്യൽ യൂസ് കൂടാതെ പ്രൈവറ്റ്ലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള 2 വീലേഴ്സിനും ഇത് അല്ലെങ്കിൽ അവർക്കും ഈ ഒരു പദ്ധതിയുടെ ബെനിഫിറ്റ്സ് കിട്ടും അല്ലെങ്കിൽ ഇതിന് എലിജിബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഈ പദ്ധതിക്ക് 2 കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് സബ്സിഡീസ് ആണ്. അതായത് സബ്സിഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ട്രിക് 2 വീലേഴ്സിനും 3 വീലേഴ്സിനുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് ഗവൺമെന്റ് ഒരു അപ്ഫ്രണ്ട് ആയിട്ടുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ പറയുന്ന ആളുകൾക്ക് ഈ 2 വീലേഴ്സോ അല്ലെങ്കിൽ 3 വീലേഴ്സോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ്യൂസ്ഡ് പർച്ചേസ് പ്രൈസിന് ഈ വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു സബ്സിഡി എമൗണ്ട് എന്ന് പറയുന്നത് ഈ 5000 പെർ kWh ആണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറുടെ അടുത്ത് അവർക്ക് റീഎംബേഴ്സ് കിട്ടുന്നത് പോലെയാണ് ഈ സബ്സിഡി പ്ലാൻ ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തത് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്കീമിനകത്ത് ഉൾപ്പെടുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് മാനേജ്മെന്റ് ഏജൻസീസിന് വേണ്ടിയിട്ടുള്ള ഫീസുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ബേസിക്കലി ഇന്ത്യയിലെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. പ്രധാനമായിട്ടും 2 വീലേഴ്സ് ആൻഡ് 3 വീലേഴ്സിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പാരീസ് ആണ്. സോ പാരീസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ഏരിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പാരീസ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ക്യാപിറ്റൽ സിറ്റിയും അവരുടെ ലാർജസ്റ്റ് സിറ്റിയും കൂടിയാണ് പാരീസ് എന്ന് പറയുന്നത്. സെൻട്രൽ ഫ്രാൻസിലായിട്ടാണ് പാരീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയനകത്തുള്ള 4th ലാർജസ്റ്റ് സിറ്റിയാണ് പാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള സെയിൻ റിവർ എന്ന് പറയുന്ന റിവറിന്റെ ബാങ്ക്സിലായിട്ടാണ് പാരീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യൂറോപ്പിൽ ഈ വെസ്റ്റേൺ യൂറോപ്പിലുള്ള ചില പ്രധാനപ്പെട്ട സിറ്റികളൊക്കെ പോലെ തന്നെ ഒരു ഓഷ്യാനിക് ക്ലൈമറ്റ് ഉള്ള ഒരു സിറ്റി കൂടിയാണ് പാരീസ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.